അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമ ഇവൻ ലാംസ് ഹാവ് ടീത്ത്. ഡയറക്ടർ ടെറി മൈൽസ് സംവിധാനം ചെയ്ത് 2015 പുറത്തിറക്കിയ അടിപൊളി ഹൊറർ മിസ്റ്ററി മൂവിയാണ് ഇവൻ ലാംസ് ഹാവ് ടീത്ത്. സിനിമയുടെ തുടക്കം കത്തി എന്ന പെണ്ണിനെയും സ്ലോണ എന്ന പെണ്ണിനെയുമാണ് കാണിക്കുന്നത്. ഇവർ രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. അവർ തങ്ങളുടെ ഫ്രണ്ട്സിനോടൊപ്പം അന്നത്തെ ദിവസം അടിച്ചു പൊളിക്കുകയാണ്. അന്ന് രാത്രി അവരുടെ പ്ലാനിനെ പറ്റി അവർ തമ്മിൽ സംസാരിക്കുകയാണ്. പ്ലാൻ എന്തെന്നാൽ നഗരത്തിൽ രണ്ടുപേരും മറ്റൊരു ഫാമിൽ ജോലി സംഘടിപ്പിച്ച് 1 മാസത്തോളം അവിടെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് അടിച്ചു പൊളിക്കാമെന്നായിരുന്നു ആ പ്ലാൻ. ഇവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ അതിലൊരാളുടെ അങ്കിളായ പോലീസുകാരൻ ജെയ്സൺ അവിടെ എത്തുകയാണ്. അന്ന് രാത്രി അവർ താമസിച്ചിരുന്നത് ഈ അങ്കിളിന്റെ വീട്ടിലായിരുന്നു. പിറ്റേന്ന് രാവിലെ അദ്ദേഹം അവരെ കാറിൽ അവർക്ക് പോകാനുള്ള ബസ് വരുന്ന സ്ഥലത്ത് കൊണ്ട് ഇറക്കുകയാണ്. നിർഭാഗ്യവശാൽ ബസ് 1 മണിക്കൂർ ലേറ്റായേ അന്ന് വരികയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സുരക്ഷിതരായി ബസ്സിൽ കയറിയെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി എനിക്കൊരു കോഡ് മെസ്സേജ് അയക്കണമെന്ന് അദ്ദേഹം അവരോട് പറയുകയാണ്. അതിനായി ആപ്പിൾ എന്ന വേർഡ് അവർ തിരഞ്ഞെടുക്കുന്നു. തുടർന്ന് അദ്ദേഹം പോവുകയും ഒരു കഫേയിൽ കയറി അവർ ചായ കുടിക്കാൻ തുടങ്ങുമ്പോൾ അവിടേക്ക് 2 അപരിചിതരായ യുവാക്കൾ കടന്നു വരികയാണ്. എന്നിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പരിചയപ്പെടുന്നു. നമ്മൾ സഹോദരങ്ങളാണെന്നും നിങ്ങളുടെ ബസ് വരുന്നതുവരെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം അവർ അതിനെ വിസമ്മതിച്ചെങ്കിലും പിന്നെ അവരോട് കറങ്ങാൻ പോകാൻ യുവതികൾ തീരുമാനിക്കുന്നു. അങ്ങനെ ആ സഹോദരങ്ങളുടെ വണ്ടിയിൽ കയറി ഒരു വിജനമായ പ്രദേശത്തുള്ള അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ആ സഹോദരങ്ങളുടെ അമ്മ പുറത്ത് നിൽക്കുകയാണ്. യുവതികളെ കണ്ടതും സന്തോഷത്തോടെ വരൂ നമുക്കെന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അകത്ത് വെച്ച് കത്തിക്ക് അങ്കിളിന്റെ മെസ്സേജ് വരികയാണ്, നിങ്ങൾക്ക് വേറെ ഒരു പ്രശ്നവുമില്ലല്ലോ എന്ന്. ഇത് കണ്ടതും തങ്ങൾ സുഖമായിരിക്കുന്നു എന്ന ആപ്പിൾ എന്നുള്ള കോഡ് വാക്ക് തിരിച്ചയക്കുന്നു. തുടർന്ന് ആ അമ്മ കൊടുത്ത ആഹാരവും ചായയും ഒക്കെ കഴിക്കുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞതും അവരുടെ ബോധം പതുക്കെ നഷ്ടപ്പെടുകയാണ്. ഇതിലെന്തോ ചതിയുണ്ടെന്ന് മനസ്സിലായവർ മുഴുവനുമായി ബോധം കെടുന്നതിന് മുമ്പ് പുറത്തേക്കിറങ്ങി ജീവനം കൊണ്ട് ഓടുകയാണ്. പക്ഷേ പിന്നാലെ സഹോദരങ്ങൾ പോയി അവരെ പിടിച്ചുകൊണ്ട് തിരിച്ചു വരികയാണ്. അവർ പൂർണ്ണമായും ബോധം കെട്ട് കഴിഞ്ഞിരുന്നു. ഇവരുടെ ഈ ചതി പാവം പെൺകുട്ടികൾ അറിഞ്ഞിരുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ഒരു വലിയ ഉൾക്കാട്. അവിടെ 2 കണ്ടെയ്നർ പെട്ടികൾ കിടക്കുന്നു. അതിൽ നിന്നും ആ 2 പെണ്ണുങ്ങൾ അകത്തിടുന്ന വസ്ത്രങ്ങൾ മാത്രമായി പുറത്തേക്ക് വരികയാണ്. അവരാകെ പേടിച്ച് വിറച്ചിരിക്കുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് പോലും അവർക്ക് മനസ്സിലാകുന്നില്ല. പോരാത്തതിന് അകത്തു നിന്നും വലിയ നീളമുള്ള ചങ്ങലകൾ കൊണ്ട് അവരുടെ കൈയിനെ ലോക്ക് ചെയ്തുമിട്ടിരിക്കുന്നു. അപ്പോഴേക്കും അവിടെ സഹോദരങ്ങളിലെ ഒരുത്തൻ തോക്കുമായി അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ലഭ്യമാകും, ബാത്റൂമൊക്കെ തൊട്ടടുത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് പുതിയ വസ്ത്രമെടുത്ത് അവർക്ക് കൊടുക്കുന്നു. പിന്നീട് അവിടേക്ക് സഹോദരങ്ങളുടെ ഒരു ഫ്രണ്ട് അവരെ കാണാൻ എത്തുകയാണ്. എന്നിട്ട് കത്തിയുടെ മൊബൈൽ വാങ്ങിച്ച് പരിശോധിക്കുന്നു. അത് നോക്കിയപ്പോൾ ആപ്പിൾ എന്ന കോഡ് വാക്ക് തങ്ങൾ സുരക്ഷിതരായി ഉണ്ടെന്ന് അങ്കിളിനോട് മെസ്സേജ് അയച്ചതാണെന്ന് അവൻ മനസ്സിലാക്കുന്നു. ശേഷം 1-2 ദിവസം കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള പ്ലാനിൽ അവർ നിൽക്കുമ്പോൾ അവിടെ ഒരു പോലീസുകാരൻ എത്തുകയാണ്. അദ്ദേഹത്തെ കണ്ടതും ശ്വാസം വീണവർ രക്ഷ തേടി അടുത്തു ചെല്ലുമ്പോൾ ഈ പോലീസുകാരനും ഇവരുടെ കൂട്ടാളിയാണെന്ന സത്യം അവർ മനസ്സിലാക്കുന്നു. തുടർന്ന് ആ പോലീസുകാരൻ കത്തിയെ ക്രൂരമായി പീഡിപ്പിച്ച് തിരിച്ചു പോകുന്നു. ഇതറിഞ്ഞ് അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി സ്ലോണ അവളുടെ അടുക്കൽ വരികയാണ്. ഈ സമയത്ത് ആ ദുഷ്ടന്മാർ കത്തിയുടെ മൊബൈലിൽ നിന്നും അവളുടെ അങ്കിളിനെ സുരക്ഷിതമാണെന്ന ആപ്പിൾ എന്ന കോഡ് വീണ്ടും അയക്കുകയാണ്. ഇത് കണ്ടതും അവളുടെ അങ്കിളിന് ഇവർ അപകടത്തിലാണെന്ന് മനസ്സിലാകുന്നു. കാരണം ഓരോ ദിവസവും കഴിയുമ്പോഴും വേറെ കോഡാണ് അയക്കേണ്ടത്. വീണ്ടും ആപ്പിൾ എന്ന കോഡ് അയച്ചത് കണ്ട് ഉറപ്പായും അപകടത്തിലാണെന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. ഈ ദുഷ്ടന്മാർ പലരെയും വിളിച്ചു കൊണ്ടുവന്ന് പണം വാങ്ങിച്ചിട്ട് കാര്യം സാധിക്കാൻ പെൺകുട്ടികളുടെ അടുക്കലയക്കും. ജെയ്സൺ ഇവിടെ അവർ എത്തേണ്ട ജോലി സ്ഥലത്ത് വിളിച്ച് അന്വേഷിക്കുമ്പോൾ അവർ അവിടെ എത്തിയിട്ടില്ലെന്ന വിവരം മനസ്സിലായതോടെ പേടിച്ച് അവരെ അന്വേഷിച്ചിറങ്ങുന്നു. ഇവിടെയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നു. മറ്റൊരു ക്രൂരനായ തലയിൽ പന്നിയുടെ മൂടി ധരിച്ച കസ്റ്റമർ അവിടേക്ക് വന്ന് ഇഷ്ടം പോലെ പണം അവർക്ക് കൊടുത്തിട്ട് സ്ലോണയെ തിരഞ്ഞെടുത്തിട്ട് അകത്ത് കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിക്കുന്നു. അയാൾ പോയതോടെ കത്തി അവളുടെ അടുക്കൽ പോയി സമാധാനപ്പെടുത്തുന്നു. തന്റെ പെങ്ങളുടെ മക്കളെയും കൂട്ടുകാരിയെയും കാണാനില്ലാത്ത കാര്യം അങ്കിൾ ജെയ്സൺ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് അവരെ പീഡിപ്പിച്ച കള്ളനായ പോലീസുകാരനായിരുന്നു. ഈ കാര്യം കള്ളനായ പോലീസ് അവരോട് വിളിച്ച് പറയുകയാണ്. ഇതറിഞ്ഞതോടെ ഇവളുമാരെ തപ്പി ഏത് നിമിഷവും പോലീസുകാർ എത്തും. അതുകൊണ്ട് 2 പേരെയും കൊന്നിട്ട് കാറിലാക്കി കത്തിച്ചു കളയാമെന്ന് അവർ തീരുമാനമെടുക്കുന്നു. ഈ കാര്യം അകത്തു നിന്നും കത്തി കേൾക്കുന്നുണ്ടായിരുന്നു. തങ്ങളെ കൊല്ലാൻ പോകുന്നു എന്ന കാര്യം ഇരുവരും മനസ്സിലാക്കുന്നു. ശേഷം ഇവിടെ ജെയ്സൺ അവർ അവസാനം പോയിരുന്ന ഹോട്ടലിൽ വരികയാണ്. എന്നിട്ട് 2 ദിവസം മുമ്പ് വന്ന പെണ്ണുങ്ങളെക്കുറിച്ച് കടയുടമയോട് അന്വേഷിക്കുമ്പോൾ
രണ്ട് ചെറുപ്പക്കാരോടൊപ്പം കാറിൽ കയറിപ്പോയത് കണ്ടെന്ന് അയാൾ ജെയ്സനോട് പറയുന്നു. അങ്ങനെ ഇവരെ കൊല്ലാൻ വേണ്ടി ഈ സഹോദരങ്ങളും കൂട്ടാളികളും അവിടേക്ക് എത്തുകയാണ്. എന്നിട്ട് ഒരാളെ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളവർ എന്തിനു വേണ്ടി തിരിച്ചു പോവുകയാണ്. ഈ സമയത്ത് കത്തി അവന്റെ അടുക്കൽ ചെന്നിട്ട് ബന്ധപ്പെടാനുള്ള രീതിയിൽ വശീകരിച്ചിട്ട് അവന്റെ കഴുത്തിനെ കടിച്ചെടുക്കുകയാണ്. തുടർന്ന് അവനിക്കവിടെ മരണം സംഭവിക്കുകയും ചെയ്യുന്നു. ശേഷം അവന്റെ കയ്യിലുണ്ടായിരുന്ന താക്കോലെടുത്ത് അവർ ചങ്ങല ലോക്ക് ഓപ്പൺ ആക്കുന്നു. അന്നേരം അവിടേക്ക് പോലീസുകാരൻ ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്നറിയാൻ വേണ്ടി വരികയാണ്. എന്നാൽ വന്നു നോക്കിയപ്പോൾ കണ്ടത് മരിച്ചു കിടക്കുന്ന തങ്ങളുടെ കൂട്ടുകാരനെ. ഇത് കണ്ട് എന്താണ് ഇവിടെ സംഭവിച്ചതെന്നറിയാതെ ആകെ പരിഭ്രാന്തനായി നിൽക്കുമ്പോൾ അവർ രണ്ടുപേരും ആ പോലീസുകാരന്റെ കാർ എടുത്തുകൊണ്ട് സ്ഥലം വിടുന്നു. അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്ന വഴിക്ക് ഇതുപോലെ എത്ര പെൺകുട്ടികളെ ഇവർ കൊന്നിട്ടുണ്ടാകുമെന്നുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ വരുന്നു. അങ്ങനെ അവരെ കൊല്ലണമെന്നുള്ള തീരുമാനത്തിൽ വണ്ടി തിരിച്ച് നഗരത്തിലുള്ള ഒരു മെക്കാനിക് ഷോപ്പിൽ പോകുന്നു. എന്നിട്ട് അവരെ ക്രൂരമായി കൊല്ലാൻ വേണ്ടി പല ടൂൾസൊക്കെ വാങ്ങിക്കുകയാണ്. ഈ സമയത്ത് ഇവിടെ ജെയ്സൺ കടയുടമ പറഞ്ഞതനുസരിച്ച് ആ ചെറുപ്പക്കാരുടെ വണ്ടി നമ്പർ നോട്ട് ചെയ്തിട്ട് ഒരു ഇൻഷുറൻസ് ഓഫീസിൽ പോയി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. അങ്ങനെ ആ രണ്ട് പെണ്ണുങ്ങൾ മറ്റേ സഹോദരങ്ങളുടെ കൂട്ടുകാരനായ മോറിസിന്റെ വീട്ടിൽ വരികയാണ്. എന്നിട്ട് അകത്ത് കയറി റിവഞ്ച് പ്രകാരം അവനെ ക്രൂരമായി കൊല്ലുന്നു. അപ്പോഴേക്കും അവിടെ അഡ്രസ്സൊക്കെ തപ്പിപ്പിടിച്ച് ജെയ്സൺ അവിടേക്ക് വരികയാണ്. ജെയ്സൺ വന്നു നോക്കുമ്പോൾ കണ്ടത് മരിച്ചു കിടക്കുന്ന മോറിസിനെ. തുടർന്ന് ആ പെണ്ണുങ്ങൾ മോറിസിന്റെ വണ്ടിയും എടുത്ത് അവിടെ നിന്ന് കടന്നു കളയുന്നു. എന്നാൽ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ജെയ്സൺ സ്റ്റേഷനിൽ ചെന്ന് ആ പോലീസുകാരനോട് പറഞ്ഞെങ്കിലും അദ്ദേഹം അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. തുടർന്ന് പിന്നിൽ നിന്നും ജെയ്സനെ തോക്ക് ചൂണ്ടി പോലീസുകാരൻ അവനെ പിടികൂടുകയാണ്. ഇവിടെ കത്തിയും സ്ലോണും പിന്നീട് പോയത് സ്ലോണിനെ പീഡിപ്പിച്ച പന്നിയുടെ മുഖം മൂടി ധരിച്ച ആളെ തപ്പിയായിരുന്നു. അയാളൊരു പുരോഹിതനായിരുന്നു. അകത്ത് വെച്ച് സ്ലോണും അയാളും മുഖാമുഖം നോക്കി നിൽക്കുന്നു. ഈ ഒരു സമയത്ത് പിന്നിൽ നിന്നും കത്തി അയാളെ അടിച്ചിടുകയാണ്. എന്നിട്ട് അവരുടെ കാറിന്റെ പിറകുവശത്ത് കെട്ടിയിട്ട് റോട്ടിലൂടെ വലിച്ചടിച്ചു കൊണ്ടുപോകുന്നു. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന് പോലീസുകാർക്ക് മനസ്സിലാകാൻ വേണ്ടി അവർ പെട്രോൾ ഒഴിച്ച് അവനെ കത്തിക്കുകയാണ്. എന്നാൽ ഈ സമയം ഇവിടെ ആ പോലീസുകാരൻ ജെയ്സനെ പിടിച്ച് കസേരയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ മറ്റ് രണ്ട് പാവം പെൺകുട്ടികളെയും പോലീസുകാരൻ പിടിച്ചുകൊണ്ട് വന്നിട്ടിരിക്കുന്നു. തൻ്റെ മനുഷ്യമൃഗത്തിന്റെ മുഖം ആ പെൺകുട്ടികളോട് കാണിക്കുന്നതിന് മുൻപേ അവിടേക്ക് കത്തിയും സ്ലോണും വന്ന് അയാളെ പിടികൂടുകയാണ്. എന്നിട്ട് അയാളെ ഒരു കസേരയിൽ കെട്ടിയിട്ട് വെടിവെക്കാൻ വേണ്ടി പേടിപ്പിക്കുകയും തുടർന്ന് വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു. തുടർന്ന് അവരുടെ നിർദ്ദേശപ്രകാരം ആ പെൺകുട്ടികളെ കൊണ്ട് സ്വന്തം അങ്കിളിനെ രക്ഷപ്പെടുത്തുകയാണ്. നിങ്ങളെ ആരാണ് പറഞ്ഞയച്ചതെന്ന് ചോദിച്ചിരുന്നെങ്കിലും അവർക്ക് കത്തിയെയും സ്ലോണിനെ കുറിച്ചൊന്നും കൂടുതൽ അറിവുണ്ടായിരുന്നില്ല. അവർ ആദ്യമായിട്ടാണ് കണ്ടത്. അങ്ങനെ അവസാനം അവർ പോയത് ആ സഹോദരങ്ങളുടെ വീട്ടിലായിരുന്നു. അവിടേക്ക് ചെന്നിട്ട് ആ സഹോദരങ്ങളുടെ അമ്മയെ ഇവർ പിടികൂടുകയാണ്. എന്നിട്ട് താഴെ ബേസ്മെന്റിൽ കൊണ്ടുപോകുമ്പോൾ അവരുടെ ഒരു മകനെ ആദ്യമേ ഇവർ കെട്ടിയിട്ടിരിക്കുന്നു. എന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ബേസ്ബോൾ ബാറ്റ് കൊണ്ട് അവനെ അടിച്ച് കൊല്ലുകയാണ്. എന്നിട്ട് അടുത്തതായി രണ്ടാമത്തെ മകന്റെ അടുക്കലും കൊണ്ടുപോകുന്നു. അവനെയും ഒരു കസേരയിൽ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷെ ഇത്തവണ അവർ ചെയ്തത് മകന്റെ കെട്ടഴിച്ചിട്ട് ബേസ്ബോൾ ബാറ്റ് കൊടുത്തിട്ട് നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ നീ നിന്റെ അമ്മയെ തന്നെ ആദ്യം കൊല്ലണമെന്ന് പറയുന്നു. അതിനെ അവൻ വിസമ്മതിച്ചതോടെ അവർ അവനെയും വെടിവെച്ച് കൊല്ലുകയാണ്. എന്നിട്ട് ഒരു തെളിവും ബാക്കി വയ്ക്കാതിരിക്കാൻ വേണ്ടി ഇവനാണ് സ്വയമെല്ലാം ചെയ്തതും ഇവനാണ് നിങ്ങളുടെ മറ്റേ മകനെയും നിങ്ങളെയുമെല്ലാം വെടിവെച്ച് കൊന്നതെന്ന് അറിയിക്കാൻ വേണ്ടി തോക്കെടുത്ത് അവന്റെ കയ്യിൽ വയ്ക്കുന്നു. എന്നെ കൊല്ലരുതെന്ന് ആ അമ്മ നിലവിളിച്ചെങ്കിലും അതൊന്നും വകവയ്ക്കാതെ നിങ്ങൾ ചെയ്തതിനുള്ള ശിക്ഷ ഞങ്ങൾ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞ് പുല്ല് ചെത്തുന്ന മിഷൻ കൊണ്ട് അവരെ ക്രൂരമായി കൊല്ലുകയാണ്. ശേഷം കാണിക്കുന്നത് വീട്ടിലേക്ക് തിരിച്ചെത്തിയ കത്തിയെയും സ്ലോണിനെയുമാണ്. എല്ലാ പ്രശ്നങ്ങളും ഇവിടെ ഒരു തെളിവുമില്ലാതെ അവസാനിച്ചിരിക്കുന്നു. ഇവർ രണ്ടുപേരും ന്യൂയോർക്കിലേക്ക് പോകാനുള്ള പുറപ്പാടിലാണ്. അതിനായി ജെയ്സൺ അവരെ കൊണ്ടുവന്ന് എയർപോർട്ടിൽ വിടുന്നു. ഇതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.